ഹലോ ഗൈസ്, എന്നാണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ ഗൈസ്? ഞാനിത് ഭയങ്കര എക്സൈറ്റഡ് ആണ്. ആക്ച്വലി ഞാനും ഹസ്ബൻഡും ഒക്കെ ഭയങ്കര എക്സൈറ്റഡ് ആണ്. കാരണം ഞങ്ങൾ നാട്ടിലേക്ക് പോവുകയാണ്. ഒരു മാസത്തേക്ക് നമുക്ക് ലീവ് ഉള്ളൂ നാട്ടിൽ പോകാനായിട്ട്. അപ്പൊ കുഞ്ഞോ വന്നതിന് ശേഷം നമ്മൾ ആദ്യമായിട്ട് നാട്ടിൽ പോവാണ്. അവന്റെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ്. ദൈവത്തിന് ഒരുപാട് നന്ദി. കാരണം 2 വർഷത്തിന് ശേഷമാണ് ഞാൻ നാട്ടിലേക്ക് പോകുന്നത്. ഞങ്ങൾ കുറെ നാളായിട്ട് പ്ലാൻ ചെയ്യുന്നുണ്ടായിരുന്നു നാട്ടിൽ പോവാൻ. പക്ഷെ നമ്മൾ ആദ്യം പ്ലാൻ ചെയ്തത് ഏപ്രിൽ ആ ഒരു ടൈമിൽ പോകാനായിരുന്നു. പക്ഷെ അപ്പോഴത്തേക്ക് ഞാൻ പ്രഗ്നന്റ് ആയിരുന്നു. അപ്പൊ നമുക്ക് ട്രാവൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ലായിരുന്നു. അപ്പൊ വിചാരിച്ചു എന്നാൽ കുഞ്ഞുങ്ങൾ ഉണ്ടായതിനു ശേഷം ബാപ്റ്റിസം ഒക്കെ ആകുമ്പോൾ നമുക്ക് നാട്ടിലേക്ക് പോവാന്ന്. സോ നാളെയാണ് ആ ദിവസം. നാളെ രാവിലെ 8:30ക്കാണ് നമ്മുടെ ഫ്ലൈറ്റ് വരുന്നത്. അപ്പൊ ഇന്ന് രാത്രി 12 മണിക്ക്, ഇപ്പൊ ഏകദേശം സമയം അടുക്കാറായിട്ടുണ്ട്, അധികം നേരമില്ല. 12 മണിക്ക് നമ്മള് ഫെബിൻചേട്ടന്റെ ഒക്കെ വീട്ടിലേക്ക് പോകും. ഫെബിൻചേട്ടനെ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോസില്, ട്വിൻസ് ആയിട്ട് ഉള്ള വീഡിയോ നമ്മുടെ ബിരിയാണിയൊക്കെ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രണ്ട്സ് വരുന്നു പറഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട്. അപ്പൊ അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത്. ഇവിടുത്തെ ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് വരുന്നുണ്ട്. അപ്പോൾ 12 മണിക്ക് നമ്മൾ ഇവിടുന്ന് അവരുടെ വീട്ടിലേക്ക് പോയിട്ട് നമ്മുടെ കാറ് അവരുടെ കയ്യിൽ ഏൽപ്പിക്കും. കാരണം നമ്മൾ നാട്ടിൽ പോകുമ്പോൾ നമുക്ക് ഇവിടെ ഇട്ടിട്ടും പോകാൻ പറ്റില്ല കാറ്. കാരണം ഇവിടെ നമ്മുടെ വീടിന് ചുറ്റും അധികം ആൾക്കാരൊന്നും അധികം ഇല്ല. പിന്നെ നമുക്ക് ഇവിടുന്ന് എന്തായാലും ഗോൾവേക്ക് പോകണം, അവരെ കാർ ഏൽപ്പിച്ചിട്ട്. അപ്പൊ നമ്മൾ നാട്ടിൽ പോകുന്ന സമയത്ത് അവര് കാറ് നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തൊക്കെ ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഓടിക്കാനൊക്കെ അവർ നോക്കിക്കോളാം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇന്ന് രാത്രി 12 മണിക്ക് അവരുടെ വീട്ടിലോട്ട് പോകും. എന്നിട്ട് അവരെ കാർ ഏൽപ്പിച്ചിട്ട് രാവിലെ 2 മണിക്കത്തെ ബസ്സിനാണ് നമ്മൾ എയർപോർട്ടിലോട്ട് പോകുന്നത്. അപ്പൊ നമ്മൾ സമയത്ത് തന്നെ എത്തും. നമ്മളെ ഡിപ്പാർച്ചർ വരുന്നത് 8:30ക്കാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പൊ അതനുസരിച്ച് നമ്മൾ കറക്റ്റ് ടൈമിൽ തന്നെ ബസ്സിൽ നമ്മൾ എത്തിക്കോളും. ഒരു 3 hours 2.5 hours മുന്നേ നമ്മൾ എയർപോർട്ടിലെത്തും. നമ്മൾ ബസ് എടുക്കാൻ റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഇവിടുന്ന് ഡ്രൈവ് ചെയ്ത് ഡബ്ലിൻ വരെ പോവാൻ പറ്റും. പക്ഷെ പാർക്കിംഗ് ഒരു വലിയ പ്രശ്നമാണ്. കാരണം നമുക്ക് എയർപോർട്ടിൽ കാർ പാർക്ക് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര എക്സ്പെൻസീവ് ആണ് ഒരു മാസത്തേക്ക് എന്നൊക്കെ പറയുമ്പോൾ. പിന്നെ ഫ്രണ്ട്സിന്റെ അടുത്ത് ഏൽപ്പിക്കാൻ എനിക്ക് അധികം കണക്ഷൻസ് ഒന്നും ഡബ്ലിനിൽ ഇല്ല. പിന്നെ അവിടെ ആണെങ്കിലും കുറെ എസ്റ്റേറ്റും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ ലിമിറ്റഡ് പാർക്കിങ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ആരുടെയും വീട്ടിലൊന്നും ഇടാനൊന്നും ഓപ്ഷൻ ഒന്നും ഇല്ല. ഫ്രണ്ട്സ് ഉണ്ട് കേട്ടോ, ഡബ്ലിനിൽ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ട്. പക്ഷെ അവരുടെയൊക്കെ വീട്ടിൽ നമുക്ക് ഇട്ടിട്ടും പോകാനുള്ള ഓപ്ഷൻ ഇല്ല. കാരണം അവർക്ക് തന്നെ പാർക്കിംഗ് സ്പേസ് ഭയങ്കര കുറവാണ്, ഭയങ്കര കമ്മിയാ. അപ്പൊ നമ്മൾ വിചാരിച്ചു വന്നാൽ കാർ നമ്മൾ ഫ്രണ്ടിന്റെ ഇവിടെ ഗോൾവേയിൽ തന്നെ പാർക്ക് ചെയ്തിട്ട് ബസ്സിൽ പോവാന്ന്. അതിന്റെ നമ്മൾ ബസ്സിൽ എടുക്കാനുള്ള റീസൺ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തിരിച്ച് നമ്മൾ ഡബ്ലിനിൽ നിന്ന് തിരിച്ച് എയർപോർട്ടിൽ എത്തിയിട്ട് നാട്ടിൽ നിന്ന് തിരിച്ചു വരുമ്പോൾ ഇങ്ങോട്ട് നമുക്ക് ഈ ഒരു 3 hours ഡ്രൈവിങ് ഇച്ചിരി പാടായിരിക്കും ഹസ്ബൻഡ്. കാരണം ഒന്നാമത്തെ കാര്യം കുഞ്ഞാവ് കൂടെ ഉള്ളതാണ്, അപ്പൊ റിസ്ക് എടുക്കണ്ടല്ലോ. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര നമ്മൾ ജെറ്റ് ലാഗൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ഇത്ര ലോങ് ഡ്രൈവ് എടുക്കുമ്പോൾ എങ്ങാനും ഒന്ന് ഉറങ്ങിയൊക്കെ പോയി കഴിഞ്ഞാൽ ഭയങ്കര റിസ്ക് ആണല്ലോ. അപ്പൊ അതുകൊണ്ട് റിസ്ക് എടുക്കാണ്ടിരിക്കാനാണ് നമ്മൾ ബസ് തന്നെ ചൂസ് ചെയ്തത്. അപ്പൊ നമുക്ക് കംഫർട്ടബിൾ ആയിട്ട് റിലാക്സ് ചെയ്തിട്ട് അങ്ങോട്ട് പോവാം, തിരിച്ചിങ്ങോട്ട് വരാൻ വേണ്ടി പറ്റും. അപ്പൊ അതനുസരിച്ച് ബുക്ക് ചെയ്യുവാണ് ചെയ്ത ബസ്. അപ്പൊ ഞാൻ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല, നമുക്ക് സമയമായി, കുറച്ചുകൂടെ പാക്കിങ്സ് തീർക്കാനുണ്ട്. അപ്പൊ നമുക്ക് എന്തായാലും പെട്ടെന്ന് റെഡി ആയിട്ട് ഇവിടുന്ന് ഇറങ്ങണം. അപ്പൊ പോയാലോ? നമ്മളിതേ വീട്ടിൽ നിന്ന് ഇറങ്ങി ഫെബിൻചേട്ടൻ്റെ വീട്ടിൽ കാർ ഏൽപ്പിച്ചിട്ട് നമ്മൾ ബസ് സ്റ്റോപ്പിലേക്ക് ഫെബിൻചേട്ടനാകത്തരാന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ ബസ് കയറുകയാണ്. ഇതാണ് നമ്മുടെ ബസ്, സിറ്റി ലിങ്ക് എന്നാണ് ബസ്സിൻ്റെ പേര്. ഇവിടുന്ന് ഏകദേശം 3 മണിക്കൂറോളം ഡബ്ലിനിലേക്ക് ട്രാവൽ ഉണ്ട് കേട്ടോ. അപ്പോൾ രാത്രി 2 മണിക്കത്തെ ബസ്സാണ് നമ്മൾ ബുക്ക് ചെയ്തേക്കുന്നത്. 2-3 ദിവസമായിട്ട് ഉറങ്ങിയിട്ടില്ല ആക്ച്വലി. കാരണം വാവയുടെ പാസ്പോർട്ട് കിട്ടാൻ നല്ല ഡിലേ ആയി, കുറച്ച് വള്ളിക്കെട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ പുറകെ ആയിരുന്നുകൊണ്ട് ഉറക്കമൊക്കെ കണക്കായിരുന്നു. അപ്പോഴത്തേ നമ്മളെല്ലാവരും നല്ല ടയേർഡാണ്. വാവയാണെങ്കിലും ഞങ്ങൾ രണ്ടും നല്ല ടയേർഡാണ്. നമ്മൾ ഡബ്ലിൻ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. പുറത്ത് നല്ല തണുപ്പാണ് കേട്ടോ. ടെമ്പറേച്ചർ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 0 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ. വാവ ആദ്യമായിട്ടാണ് ഇത്രയും ടെമ്പറേച്ചർ കൊണ്ട് എക്സ്പോസ്ഡ് ആവുന്നത്. ഞങ്ങൾ നന്നായിട്ട് കവറൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ചെക്കിൻ എല്ലാം കഴിഞ്ഞിട്ട് ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൻ്റെ മുന്നിൽ കൂടെ ഫ്ലൈറ്റിലോട്ട് പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്. നമ്മൾ ബാസിനറ്റ് സീറ്റ് കിട്ടുന്ന സീറ്റാണ് ബുക്ക് ചെയ്തേക്കുന്നത്. ആദ്യം നമ്മൾക്ക് സൈഡ് സീറ്റൊക്കെ ആയിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ എന്തൊക്കെയോ കാരണങ്ങൾ കൊണ്ട് അത് ക്യാൻസലായിട്ട് നമുക്ക് മിഡിൽ സീറ്റാണ് അവർ തന്നത്. കുഞ്ഞുവാവമാരൊക്കെ ഉള്ള പാരൻസ് ഫ്ലൈറ്റ് നോക്കുന്നുണ്ടെങ്കിൽ ബാസിനറ്റ് സീറ്റ് ഉള്ളത് നോക്കി തന്നെ ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കണേ. കാരണം നമുക്ക് ഫുഡ് കഴിക്കുന്ന ടൈമിലൊക്കെ അവരൊന്ന് കിടത്താനായിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പോൾ നമ്മളുടെ ഫുഡ് വന്നിട്ടുണ്ട്. നമുക്ക് ഈ ഒരു ഫ്ലൈറ്റിൽ ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ലഞ്ചും ആണുള്ളത്. അപ്പോൾ നമുക്കിത് മെനു വന്നിട്ടുണ്ട്. അത് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും ഉള്ള ഐറ്റംസൊക്കെ. ഫ്രൂട്ട് യോഗട്ട് അങ്ങനെ കുറേ ഐറ്റംസ് ഉണ്ട്. വിശന്നിട്ട് ആക്ച്വലി കണ്ണ് കാണാൻ പറ്റുന്ന സിറ്റുവേഷനാണ്. കാരണം രാത്രി ഒന്നും മര്യാദയ്ക്ക് കഴിക്കാൻ പറ്റിയില്ല, പോരിൻ്റെ തിരക്കുകൊണ്ട്. നമ്മൾ രാവിലെ ഒന്നും കഴിച്ചില്ല, എന്തായാലും ഫ്ലൈറ്റിൽ നിന്ന് കിട്ടുന്നുള്ളതുകൊണ്ട് ഇങ്ങനെ കാത്തിരിക്കുമായിരുന്നു ഫുഡ് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് ഞാനെല്ലാം തുറന്ന് വെച്ചിട്ടുണ്ട്. നമുക്കാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് മെയിൻ കോഴ്സായിട്ട് ഞാൻ സെലക്ട് ചെയ്തത് സ്വിസ് ചീസ് പേസ്ട്രി ആയിരുന്നു കേട്ടോ. അപ്പം അതാണെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. വിശപ്പിൻ്റെ ആധിക്യം കൊണ്ടാണെന്ന് അറിയത്തില്ല, എന്തായാലും നന്നായിട്ട് ഞാൻ എൻജോയ് ചെയ്യുന്നുണ്ട്, പറയാതിരിക്കാൻ വയ്യ. പിന്നെ ഡ്രിങ്ക്സ് ആയിട്ട് ഞാൻ പറഞ്ഞത് മാംഗോ ജ്യൂസാണ്. ഞാൻ ആക്ച്വലി ഫ്ലൈറ്റിൽ എപ്പോൾ വന്നാലും മാംഗോ ജ്യൂസ് പ്രിഫർ ചെയ്യാറുണ്ട് കേട്ടോ. കാരണം
ആപ്പിളിനേക്കാളും ബാക്കി ഓറഞ്ച് ജ്യൂസിനേക്കാളൊക്കെ എനിക്കിഷ്ടം മാംഗോ ജ്യൂസാണ്. എന്നെ പോലെ മാംഗോ ജ്യൂസ് ഇഷ്ടപ്പെടുന്നവരൊന്ന് താഴത്ത് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഞാൻ ഫുള്ളും ഫിനിഷ് ചെയ്തു. നല്ല ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു. എന്തായാലും ദൈവത്തിന് ഒരുപാട് നന്ദി. ഇത് വാവയുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടുത്തെ ക്യാബിൻ ക്രൂവിനോടൊക്കെ. അപ്പോൾ അവർ പറഞ്ഞു ഫ്ലൈറ്റ് കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ നമ്മൾ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത് തരാമെന്നുള്ളത്. ക്യാപ്റ്റനും അതുപോലെ തന്നെ ക്യാബിൻ ക്രൂവും. അവനെ നമ്മളിവിടെ ബാസ്നെറ്റിൽ കിടത്തിയിട്ടുണ്ട്. ആൾ നല്ല ഉറക്കമാണ് കേട്ടോ. അതുകൊണ്ട് നന്നായിട്ട് ഫുഡ് കഴിക്കാൻ വേണ്ടി പറ്റി. അല്ലെങ്കിൽ ഞങ്ങൾ രണ്ടുപേരും പെട്ടുപോയനും. ആദ്യമായിട്ട് കുഞ്ഞുമാരെയും കൊണ്ട് ട്രാവൽ ചെയ്യുന്ന പാരൻസ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഫ്ലൈറ്റ് സർട്ടിഫിക്കറ്റ് കിട്ടും. അത് നമ്മൾ തന്നെ ഉണ്ടാക്കിക്കൊണ്ട് പോകണം. അവരത് സൈൻ ചെയ്ത് തരുവാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമ്മുടെ നെക്സ്റ്റ് ലഞ്ച് വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ പ്രാവശ്യം മാംഗോ ജ്യൂസ് തന്നെയാണ് ഓർഡർ ചെയ്തത്. എന്താണെന്നറിയത്തില്ല, ഈ മാംഗോ ജ്യൂസിനോട് ഭയങ്കരമായൊരു പ്രണയമാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഞാനാണെങ്കിൽ മാംഗോ ജ്യൂസ് തന്നെ കുടിച്ച് കാര്യമായിട്ട് തുടങ്ങാമെന്ന് വെച്ചു. ലഞ്ചിന് ഞാൻ ചൂസ് ചെയ്തത് ചിക്കൻ ബോൾട്ടിയാണ്. പ്രൊണൗൺസിയേഷൻ അങ്ങനെയാണെന്ന് വിചാരിക്കുന്നത്. നമ്മുടെ ബിരിയാണിയുടെ ഒക്കെ പോലത്തെ ഒരു ഐറ്റമാണ്. ക്യുമിൻ റൈസും അതുപോലെ തന്നെ ചിക്കനും വെജിറ്റബിൾസും കൂടെ ഉള്ളതാണ്. വെജിറ്റബിൾസ് എന്ന് പറയാനാണെങ്കിൽ തക്കാളി മെഴുക്ക് വരട്ടി എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെയൊക്കെ ഇരിക്കുന്നത് മേളിൽ തക്കാളിയാണുള്ളത് മെയിനായിട്ട്. അപ്പോൾ ഞാനിത് ട്രൈ ചെയ്യുവാണ്. എന്തായാലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ഒത്തിരി നേരം ആയതുകൊണ്ട് തന്നെ ലഞ്ചും ഞാൻ കാര്യമായിട്ട് തന്നെ എൻജോയ് ചെയ്തു. അത് ഫുള്ളും ഫിനിഷ് ചെയ്തു. ഇതിൻ്റെ കൂട്ടത്തിൽ നമുക്ക് എന്തോ ഒരു വെജീസ് സാലഡ് പോലത്തെ ഒരു സംഭവം കൂടെ ഉണ്ട്. അതെനിക്ക് കഴിച്ചിട്ട് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. ഞാൻ എക്സ്ക്ലൂസീവ് ബ്രസ്റ്റ് ഫീഡിംഗ് ആണ് വാവിക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല വിശപ്പുണ്ട് കേട്ടോ. നമുക്ക് ലഞ്ചിന് ഡെസേർട്ട് ഉണ്ടായിരുന്നു. അതിൻ്റെ കൂട്ടത്തിൽ എക്സ്ട്രാ ആയിട്ട് ചോക്ലേറ്റും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ഡെസേർട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സോൾട്ടഡ് ക്യാരമൽ പുഡിംഗ് ആയിരുന്നു, സ്റ്റിക്കി ടോഫി പുഡിംഗ് ആയിരുന്നു. അപ്പോൾ ഇതാണ് ഐറ്റം. അപ്പോൾ ഞാൻ ട്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് പോവുകയാണ്. ഞാൻ ആക്ച്വലി ക്യാരമലിൻ്റെ വലിയൊരു ഫാനല്ല. എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം ചോക്ലേറ്റ് ആണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്തപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ കാര്യമായിട്ട് കഴിച്ചു. ഇത് കൂടാണ്ട് നമുക്ക് ചീസിൻ്റെ ബിസ്ക്കറ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അത് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കഴിക്കാനായിട്ട്. കണ്ടില്ലേ, ഈ ഒരു പാക്കറ്റാണ്. അപ്പോൾ ഞാൻ എല്ലാം ഫിനിഷ് ചെയ്തു. കാര്യമായിട്ട് തന്നെ എൻജോയ് ചെയ്തിട്ടുണ്ടായിരുന്നു. അധികം താമസിയാണ്ട് തന്നെ നമ്മൾ ദുബായിലെത്തും. നമ്മൾ ദുബായിലോട്ടാണ് ആദ്യം പോകുന്നത്. അതിനുശേഷമാണ് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റ്. അപ്പോൾ നമ്മൾ ദുബായിൽ എത്തിയിട്ടുണ്ട്. സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ക്യാപ്റ്റനും ക്യാബിൻ ക്രൂ ആയിട്ടുള്ള ഫോട്ടോ ഒക്കെ നമ്മൾ എടുത്തു. പക്ഷേ പ്രൈവസി ഇഷ്യൂസ് കാരണമാണ് ഞാനൊന്നും പബ്ലിക്കാക്കി ഇടാത്തത്. ചെറിയ ബേബീസുമായിട്ട് ട്രാവൽ ചെയ്യുന്ന പാരൻസ് ഉണ്ടെങ്കിൽ അവർ ഈ പ്രഷർ വേരിയേഷൻ കാരണം നന്നായിട്ട് കരയാറുണ്ട്. ആ കുഞ്ഞുവാവകളുടെ കരച്ചിലിട്ട് നമുക്ക് സങ്കടം തോന്നും. അത്ര രീതിയിൽ കരയും. അപ്പോൾ അതെങ്ങനെ കൺട്രോൾ ചെയ്യാമെന്നുള്ള കാര്യം ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് ടിപ്പ് പറഞ്ഞുതരാവേ. അപ്പോൾ ഇത് നെക്സ്റ്റ് ഫ്ലൈറ്റിലേക്ക് കയറുവാണ്. അത്യാവശ്യം നല്ല ദൂരം നടക്കാനുണ്ടായിരുന്നു. ട്രെയിൻ കയറാനുണ്ടായിരുന്നു, ലിഫ്റ്റ് കയറാനുണ്ടായിരുന്നു. കുറേ ദൂരം നടന്നിട്ടാണ് നമ്മൾ ഫ്ലൈറ്റിൽ കയറിയത്. അപ്പോൾ അത് ഫൈനലി നമ്മൾ ദുബായിൽ നിന്ന് കൊച്ചിയിലേക്കുള്ള ഫ്ലൈറ്റിലാണ്. കുറേ ദിവസത്തെ ഉറക്കനിപ്പുണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ടയർഡാണ് കേട്ടോ. വീട്ടിൽ ചെന്നിട്ടൊന്ന് കിടന്ന് ഉറങ്ങിയാൽ മതിയെന്നേ ഉള്ളൂ. ഞങ്ങളെടുത്തത് എമിറേറ്റ്സ് ഫ്ലൈറ്റ് ആയിരുന്നു കേട്ടോ. അപ്പം എമിറേറ്റ്സ് ഫ്ലൈറ്റിൻ്റെ പ്രത്യേകത എനിക്ക് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഫാമിലി ആയിട്ടുള്ള ഫോട്ടോസൊക്കെ അവരെടുത്ത് ഇൻസ്റ്റൻ്റായിട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് എമിറേറ്റ്സിന് കിട്ടിയൊരു ബാഗ് പോലത്തെ ഒരു സംഭവമാണ് വാവയ്ക്ക്. അത്യാവശ്യം കുറേ സംഭവങ്ങളൊക്കെ അതിലുണ്ട്. 2 ഫ്ലൈറ്റിൽ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ കൊച്ചി എയർപോർട്ടിൽ ലാൻഡ് ചെയ്യാറായിട്ടുണ്ട്. ഇപ്പം തന്നെ ലാൻഡ് ചെയ്യും. നല്ല വ്യൂ ആണ് പുറത്ത്. അപ്പോൾ ഫൈനലി നമ്മൾ കാറിൽ പോയിക്കൊണ്ടിരിക്കുവാണ് വീട്ടിലേക്ക്. നമ്മൾ പോകുന്നത് ഹസ്ബൻഡിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ ചേട്ടനാണ് പിക്ക് ചെയ്യാൻ വന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2 വർഷത്തിന് ശേഷമാണ് നാട്ടിലേക്ക് വരുന്നത്. എല്ലാത്തിനും ഒരു സമയമുണ്ടെന്ന് പറയത്തില്ലേ. നമ്മൾ വിചാരിക്കുന്ന ടൈമിലൊന്നും വരാൻ വേണ്ടി പറ്റിയില്ല. ദൈവത്തിൻ്റെ ഒരു സമയം ഉണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് കാത്തിരിക്കേണ്ടി വന്നു. എന്തായാലും എല്ലാം നല്ലതിന് തന്നെയാണ്. അപ്പോൾ ഇനി വാവയുടെ ബാപ്റ്റിസമൊക്കെ നടത്തണം. പിന്നെ ഞാൻ ടിപ്പ് പറഞ്ഞു തരാമെന്ന് പറഞ്ഞില്ലേ, കുഞ്ഞുവാവന്മാർ ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യുമ്പോൾ കാതടയുമ്പോഴുള്ള പ്രഷർ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്നൊരു കാര്യം, ടേക്ക് ഓഫിനും ലാൻഡിങ്ങിനും മുന്നേ ഒരു 20 മിനിറ്റ്സ് മുന്നേ തന്നെ ബ്രസ്റ്റ് ഫീഡിങ് സ്റ്റാർട്ട് ചെയ്യും. ഈ കുഞ്ഞുവാവന്മാരുടെ തുറകെ അടയും ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പ്രഷർ വേരിയേഷൻ്റെ പ്രശ്നം അവർക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ ബ്രസ്റ്റ് ഫീഡിങ് ആയിട്ടുള്ള ബേബീസിനെ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അപ്പോൾ അവർക്ക് ആ ഒരു പ്രഷർ വേരിയേഷൻ്റെ ഡിഫറൻസ് കാരണമുള്ള ആ ഒരു ബുദ്ധിമുട്ട് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഇത് ശരിക്കും എനിക്ക് വർക്ക് ആയിട്ടുണ്ടായിരുന്നു. വാവ നല്ല സെറ്റിൽഡ് ആയിരുന്നു ത്രൂ ഔട്ട് ഫ്ലൈറ്റിൽ. അപ്പൊ ഗൈസ് നമ്മൾ സേഫ് ആയിട്ട് വീട്ടിലെത്തി. ദൈവത്തിന് ഒരുപാട് നന്ദി. നമ്മൾ കുറെ നാൾക്ക് ശേഷമാണ് വീട്ടിൽ വരുന്നത്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു എല്ലാവരും. അപ്പം ബാക്ക്ഗ്രൗണ്ടിൽ കുഞ്ഞാവിടെ സൗണ്ട് കേൾക്കാൻ വേണ്ടി പറ്റും, ഒന്നും തോന്നരുത്. അപ്പൊ എന്തായാലും നമുക്ക് കുട്ടി വ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈൽക്കാരന്റെ ബെല്ലൈക്കൺ ടപ്പ് ചെയ്ത് അടിച്ചു പൊട്ടിക്കുക. അപ്പോൾ കിടിലൻ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ടാറ്റ, ടേക്ക് കെയർ ആൻഡ് ദിസ് സണ്ണിയു സൈനിങ് ഓഫ്.